Good morning, sir. Welcome to the show. Morning, Anla. Morning, viewers. സർ, പ്രതീക്ഷിച്ചത് പോലെ തന്നെ ഫെഡ് ഒരു റേറ്റ് കട്ട് സൈക്കിളിന് ഇപ്പോൾ ആരംഭം കുറിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഒരു 50 ബേസിസ് പോയിന്റ്സിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഏകദേശം അത്രയും തന്നെയായിരുന്നു നിക്ഷേപകരും അനലിസ്റ്റുമാരും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നത്. അതിനെ തുടർന്ന് അമേരിക്കൻ സൂചികകളിലേക്ക് നോക്കുമ്പോൾ ഡൗ ജോൺസ് വീണ്ടും ഒരു റെക്കോർഡ് ഹൈയിലേക്ക് കുതിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. അതിനോടൊപ്പം തന്നെ നാസ്ഡാക്കിലും വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം അതിനോടൊപ്പം എടുത്തു പറയേണ്ടത് എന്നാൽ ആ ഒരു ഹൈയിൽ നിന്നൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിനായിരുന്നു ഇന്നലെ പ്രധാനമായിട്ടും വിപണികൾ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും കാണാൻ സാധിച്ചിരിക്കുന്നത്. ഡൗ ജോൺസ് ഏകദേശം 0.25% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നാസ്ഡാക്ക് സൂചിക 0.31% ഇടിവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. S&P ഫണ്ടിലേക്ക് എത്തുമ്പോഴേക്കും റെക്കോർഡ് ഹൈക്ക് വളരെ അടുത്ത് വരെ എത്താനായിട്ട് സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ആ ഒരു ഹൈയിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. 0.29% ഇടിവിലാണ് S&P 500 സൂചികയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി മുന്നോട്ടേക്ക് അമേരിക്കൻ വിപണികളിൽ ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? So, undertone Nasdaq index and അതുപോലെ തന്നെ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിലും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് അൻല ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നലെ ആ ഒരു പ്രസ്താവനയെ തുടർന്ന് നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ, പർട്ടിക്കുലർലി നമ്മൾ ഷോർട്ട് ടേമിന് വേണ്ടി നമ്മൾ ഒരു പൊസിഷൻ എടുത്തതായിരുന്നെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ 42,000 പോയിന്റിൽ പുതിയൊരു റെസിസ്റ്റൻസ് ലെവൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ മറികടക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ വ്യാപാരത്തിൽ ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം ലഭിക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ ട്രേഡിൽ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. ആസ് എ സപ്പോർട്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡൗ ജോൺസ് ഇൻഡെക്സിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 41,200 പോയിന്റ്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിലും നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ 19,700 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 19,200 പോയിന്റിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കമോഡിറ്റി മാർക്കറ്റിലേക്ക് എത്തുമ്പോഴേക്കും പ്രത്യേകിച്ചും ബ്രെൻഡിൽ ഇന്നിപ്പോൾ ഫെഡിൻ്റെ പ്രസ്താവനകളൊന്നും കാര്യമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഏകദേശം ഒരു നേരിയ ഇടിവിലാണ് ബ്രെൻഡിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബ്രെൻഡിലും അതിനോടൊപ്പം തന്നെ WTI ക്രൂഡിലും ഒരു നേരിയൊരു ഇടിവിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 0.23% ഇടിവിൽ $69.71 എന്ന നിലയിലാണ് WTI ക്രൂഡിൽ വ്യാപാരം പുരോഗമിക്കുന്നത്. ബ്രെൻഡ് ക്രൂഡിലേക്ക് എത്തുമ്പോഴേക്കും സമാനമായിട്ടൊരു ഇടിവിൽ 73.47% ഇടിവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സോ ക്രൂഡ് ഓയിലിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. WTI ക്രൂഡിന്റെ കേസിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് $71, $72 ലെവലിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്കൊരു ഷോർട്ട് ടേമിൽ ഒരു അല്പമെങ്കിലും ഒരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ $68.50 വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സർ, ഒപ്പം തന്നെ ഗോൾഡിൻ്റെ ഫ്യൂച്ചേഴ്സിൽ കൂടി എത്തുകയാണ്. ഗോൾഡിൻ്റെ ഫ്യൂച്ചേഴ്സിനെ സംബന്ധിച്ചും പറയുകയാണെങ്കിൽ നേരത്തെ അമേരിക്കൻ വിപണികളിൽ കണ്ടതുപോലെ തന്നെ വലിയൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയതിന് ശേഷം നിലവിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് ഗോൾഡിൽ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 2,624.8 എന്നൊരു നിലവാരം ഉയർന്നതിന് ശേഷം നിലവിൽ 0.5% ഇടിവിൽ ട്രോയ് ഔൺസിന് 2,587.7 എന്ന നിലയിലാണ് ഗോൾഡിൻ്റെ ഫ്യൂച്ചേഴ്സിൽ ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫെഡ് ഇപ്പോൾ റേറ്റ് കട്ട് നടത്തിയിരിക്കുകയാണ്. ഈ തീരുമാനങ്ങളോടൊക്കെ എങ്ങനെയായിരിക്കും ഗോൾഡിന്റെ ആഗോള വിപണി പ്രതികരിക്കുക? സ്വർണത്തിന്റെ കേസിൽ കഴിഞ്ഞ ഒത്തിരി ആഴ്ചകളായിട്ട് നമുക്ക് ഒത്തിരി നേട്ടം കണ്ട ഒരു കമോഡിറ്റി ആയിരുന്നു സ്വർണം. ആൻഡ് സ്വർണം ഇന്നലെ നമുക്കൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ കാഴ്ചവെച്ചിരുന്നു $2,627 ലെവലിൽ. അതിനുശേഷം വി ഹാവ് സീൻ എ ലോട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് വന്നിരിക്കുന്നത് ഫെഡറൽ റിസർവിന്റെ ആ ഒരു തീരുമാനത്തെ തുടർന്നായിരുന്നു. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $2,570 ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. 2,570 സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കും. ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോഴേക്കും തുടർച്ചയായിട്ടുള്ള ഒരു 4ാമത്തെ ദിവസം ഒരു സൈഡ് വേസ് പാറ്റേണിലൊരു മൂവ്മെന്റ് ആയിരുന്നു പ്രധാനമായിട്ടും കണ്ടത്. ഒരു ഡേ ഹൈയിൽ ഒരു സർവകാല ഉയരം സൃഷ്ടിക്കാനായിട്ട് നിഫ്റ്റി 50ക്ക് സാധിച്ചിരുന്നു എങ്കിൽ പോലും ആ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു മൊമെന്റം സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. 25,482.2 എന്നൊരു പുതിയ ഓൾ ടൈം ഹൈ സൃഷ്ടിച്ചതിന് ശേഷം
ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു 100 പോയിന്റ്സിനടുത്ത് ഇടിവിൽ 25,377.55 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡേ ഹൈയിൽ നിന്നും ഏകദേശം ഒരു 100 പോയിന്റ്സിനടുത്ത് ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50യിൽ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? പ്രത്യേകിച്ചും ഇന്ന് ഫെഡിന്റെ തീരുമാനങ്ങൾ ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ വിപണിയെ ബാധിക്കുമോ? നിഫ്റ്റി 50യുടെ കേസ് എടുക്കുമ്പോഴേക്കും നിഫ്റ്റി 50ക്ക് ഒരു മേജർ റെസിസ്റ്റൻസ് ഇപ്പോൾ ഫോം ചെയ്തു വരുന്നത് 25,500 പോയിന്റിലാണ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്കൊരു നല്ല അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. ഇന്നലെ നമുക്ക് നിഫ്റ്റി 50യിൽ ഇത്രത്തോളം ഒരു വീക്ക്നെസ് കാണാനുള്ള പ്രധാന കാരണം ടെക്നോളജി സ്റ്റോക്സിലൊക്കെ കനത്ത ഒരു സെല്ലിംഗ് നടന്നിരുന്നു. സോ ഇൻഫോസിസ് ആവട്ടെ, ടാറ്റ കൺസൾട്ടൻസി ആവട്ടെ, ഇതിലൊക്കെ മേജർ സെല്ലിംഗ് നടന്നിരുന്നു. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് എസ്പെഷ്യലി ടെക്നോളജി സ്റ്റോക്സിൽ ഉണ്ടെങ്കിൽ വി ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ. ഇന്ന് എനിക്ക് തോന്നുന്നില്ല ടെക്നോളജി സ്റ്റോക്സിലൊക്കെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ലഭിക്കുമെന്ന്. സപ്പോർട്ടായിട്ട് നമ്മൾ ഇന്ന് നിഫ്റ്റി 50യിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 5,250 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വീണ്ടും ഒരു 200 മുതൽ 300 പോയിന്റിന്റെ കറക്ഷൻ നിഫ്റ്റി 50യിൽ എക്സ്പെക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി എത്തുകയാണ്. നിഫ്റ്റി ബാങ്കിലേക്ക് എത്തുമ്പോഴേക്കും ഇന്നലത്തെ ഒരു ഔട്ട് പെർഫോമൻസ് ആയിരുന്നു നിഫ്റ്റി ബാങ്ക് കാഴ്ചവെച്ചിരുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 1.08% ഒരു നേട്ടം രേഖപ്പെടുത്താനായിട്ട് നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. 52,750.4 എന്ന നിലയിലാണ് നിഫ്റ്റി ബാങ്ക് സൂചിക ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു ഡേ ഹൈയിലേക്ക് നോക്കുമ്പോൾ 52,954.2 എന്ന നിലയുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഫോക്കസിലുള്ള പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ കഴിഞ്ഞ ഒത്തിരി ദിവസങ്ങളായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന രണ്ട് മേജർ സ്റ്റോക്സ് HDFC ബാങ്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ആയിരുന്നു. HDFC ബാങ്ക് ഓൾമോസ്റ്റ് ഒരു 1.5 മാസമായിട്ട് 1,680 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ഒരു ശ്രമത്തിലായിരുന്നു. അവസാനം ഇന്നലെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടു. ആൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ അലോങ് വിത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് നല്ല താങ്ങായിരുന്നു നൽകിയത്. സോ ഇതിനെ തുടർന്ന് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ അണ്ടർടോൺ വീണ്ടും ശക്തമാവിച്ചിട്ടുണ്ട്. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ താമസിക്കാതെ തന്നെ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. ഇതിൽ ഒരേ ഒരു കാര്യം ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, സ്മോൾ പബ്ലിക് സെക്ടർ ബാങ്ക്സ്, അതായത് യൂക്കോ ബാങ്ക്, IOB, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് സിന്ധ് ബാങ്ക്, ഇത്തരം സ്റ്റോക്സിൽ ഒന്നും തന്നെ പുതിയതായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടില്ല. അത്തരം സ്റ്റോക്സിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാനുള്ള അവസരം നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുമില്ല. സർ, ഇന്നലെ നിഫ്റ്റി ബാങ്കിൽ മാത്രമല്ല നിഫ്റ്റിനെ മുഴുവനായിട്ടൊരു മുന്നോട്ടേക്ക് നയിച്ചതിൽ HDFC ബാങ്കും ഒപ്പം തന്നെ ICICI ബാങ്കും വഹിച്ച പങ്ക് ചെറുതല്ല. ഏകദേശം 1% നേട്ടത്തിലാണ് രണ്ട് ഓഹരികളും ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഈ ഓഹരികളെ സംബന്ധിച്ച് താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഓഹരികളിൽ പ്രത്യേകിച്ചും ICICI ബാങ്ക് ഇന്നലെ വീണ്ടും ഒരു ഓൾ ടൈം ഹൈയിലേക്കൊക്കെ എത്തിയിട്ടുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ഒരു ICICI ബാങ്കിനെ സംബന്ധിച്ച് വരികയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനുള്ളൊരു സമയമായിട്ടുണ്ടോ? ഒപ്പം തന്നെ HDFC ബാങ്കിൽ വീണ്ടും ഒരു മുന്നോട്ടേക്കുള്ളൊരു താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ICICI ബാങ്കിന്റെ കേസിൽ ഓൾ ടൈം ഹൈ തുടർന്ന് ശക്തമായിട്ടായിരുന്നു ഒരു ക്ലോസ് നമുക്ക് കാണാൻ സാധിച്ചു. ഒരു വീക്ക്നെസ്സും ICICI ബാങ്കിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. HDFC ബാങ്കിന്റെ കേസിൽ നമ്മൾ ഒത്തിരി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒത്തിരി ആഴ്ചകളായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ 1,680 രൂപയായിരുന്നു. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ കറന്റ് ലെവൽസിൽ നിന്നും HDFC ബാങ്കിന് എളുപ്പത്തിന് ഒരു 50 മുതൽ 80 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ നൽകാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇന്നലത്തെ ഒരു മികച്ച പ്രകടനം നടത്തിയ മറ്റൊരു സെഗ്മെന്റ് എന്ന് പറയുന്നത് നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് ആയിരുന്നു. ഏകദേശം 1.4% നേട്ടത്തിലായിരുന്നു ഫൈനാൻഷ്യൽ സർവീസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 24,326.9 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനും ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ട്. 24,412.6 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസിനെ സംബന്ധിച്ച് താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഇൻഡെക്സിൽ താങ്കളുടെ ഫോക്കസിൽ ഏതെങ്കിലും ഓഹരികളുണ്ടോ? നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് ഇൻഡെക്സിന്റെ അണ്ടർടോൺ അഗെയിൻ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. നമ്മൾ മേജർ NBFC സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ ബജാജ് ഫിൻസർവ്, ബജാജ് ഫിനാൻസ്, ചോളമണ്ഡലം, ശ്രീറാം ഫിനാൻസ് മുതലായ സ്റ്റോക്സിലൊക്കെ ഇന്നലെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. സോ അത്തരം സ്റ്റോക്സിലൊന്നും തന്നെ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണുന്നില്ല.
ബട്ട് നിഫ്റ്റി ഫിനാൻഷ്യൽ ഇൻഡെക്സിനെ അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേജർ ഫൈനാൻസ് കമ്പനി ഈസ് പൂനാവാല ഫിനാൻസ്. പൂനാവാല ഫിനാൻസിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് 419 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്കൊരു ശക്തമായിട്ടൊരു മൂവ്മെന്റ് പൂനാവാലയിൽ കാണാൻ സാധിക്കും. സർ, ഒപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് എത്തുകയാണെങ്കിൽ ഇന്നലെ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസിൽ ശക്തമായിട്ടൊരു മൂവ്മെന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേ സെഗ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന ജിയോ ഫൈനാൻഷ്യൽ സർവീസിൽ കാര്യമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടില്ല. ഏകദേശം 1.5% ഒരു ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജിയോ ഫിനിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ജിയോഫിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും നമുക്ക് ലോ റിസ്ക് ആയിട്ട് ജിയോഫിന്റെ കേസിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി അറ്റ് ദിസ് മൊമെന്റ് കാണാനും സാധിക്കുന്നില്ല. ജിയോഫിന്റെ കേസിൽ 361 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യുക. ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിലാദ്യമായി സിന്ധു എന്ന പ്രേക്ഷക IREDയുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 227.37 എന്ന നിലയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. IREDയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IREDA ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്കൊരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 218 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ബട്ട് നമുക്കൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 241 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. സിന്ധുവിന് തന്നെ മറ്റൊരു ക്വയറി എന്ന് പറയുന്നത് മിൻഡ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. മിൻഡ കോർപ്പറേഷൻ ഇന്നലെ 557.6 എന്ന നില വരെ ഉയർന്നിട്ടുണ്ടായിരുന്നു. മിൻഡ കോർപ്പിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? മിൻഡ കോർപ്പിന്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് എക്സ്ട്രീംലി ബുള്ളിഷ് ആൻഡ് കഴിഞ്ഞ 2 ആഴ്ചത്തെ ഒരു കറക്ഷനെ തുടർന്ന് നമുക്ക് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. ബട്ട് നമുക്ക് ആ ഒരു ബുള്ളിഷ് സെറ്റപ്പിൽ നമുക്കൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 562 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. അങ്ങനെ ക്ലോസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 518 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 562ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 600, അതിനെ തുടർന്ന് 645. സുമേഷ് എന്ന പ്രേക്ഷകൻ സീമെൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സീമെൻസ് ലിമിറ്റഡ് ഇന്നലെ 0.3% ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സീമെൻസ് ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സീമെൻസിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും കഴിഞ്ഞ 1.5-2 മാസമായിട്ട് ഇതൊരു കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക്. സോ അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് ഇതിലൊരു ബൈയിങ് ട്രിഗർ കാണാൻ സാധിക്കുന്നില്ല. 6,950 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് 7,300, അതിനെ തുടർന്ന് 7,800. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 6,480 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ജിബിൻ എന്ന പ്രേക്ഷകൻ അപാർ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1%-ലധികം ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അപാർ ഇൻഡസ്ട്രി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ അടുത്ത 1-2 സെഷൻസിലും കൂടെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് തുടരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന്റെ ഒരു മേജർ സപ്പോർട്ട് വരാൻ പോകുന്ന 9,200 രൂപ. ബട്ട് അറ്റ് ദിസ് മൊമെന്റ് നമുക്കൊരു പുതിയ ബൈയിങ് ട്രിഗർ ഒന്നും തന്നെ കാണുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. മറ്റൊരു പ്രേക്ഷകൻ പോണ്ടി ഓക്സൈഡ്സ് ആൻഡ് കെമിക്കൽസ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. രാജൻ എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. പോണ്ടി ഓക്സൈഡ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പോണ്ടി ഓക്സൈഡ്സ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായി. നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വ്യാപാരത്തിൽ നമ്മൾ 2,110 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ അടുത്ത റെസിസ്റ്റൻസ് 2,300 രൂപയിലായിരിക്കും. നമ്മൾ അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 1,990 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മറ്റൊരു പ്രേക്ഷകൻ JM ഫിനാൻഷ്യൽ ആൻഡ് സർവീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. JM ഫിനാൻഷ്യൽ സർവീസിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? സോ JM ഫിനാൻസിലെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്.
സ്റ്റോക്കിന്റെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 118 രൂപ. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ായിട്ടുള്ള നിബു ബജാജ് ഹൗസിംഗ് ഫിനാൻസുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് അധിക ദിവസമായിട്ടില്ല, എന്നിരുന്നാൽ പോലും ഒരു ലോങ് ടേമിലേക്കുള്ള ഒരു പിക്ക് എന്ന നിലയിൽ ഈ ഓഹരി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അനില പറഞ്ഞതുപോലെ ഇത് ലിസ്റ്റ് ചെയ്തിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല. ബട്ട് തീർച്ചയായിട്ടും അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. നമ്മൾ ലോങ് ടേമിൽ എനിക്ക് ഈ ഒരു സ്റ്റോക്കിലെ പ്രോബ്ലംസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് ഈ സ്റ്റോക്ക് 1-2 ആഴ്ച ട്രേഡ് ചെയ്ത് സെറ്റിൽ ചെയ്തതിന് ശേഷം നമുക്ക് പുതിയ ലോങ് പൊസിഷൻ വേണോ എന്നുള്ളത് തീരുമാനം എടുക്കാൻ സാധിക്കും. മറ്റൊരു പ്രേക്ഷകൻ പാരാദീപുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ പാരാദീപ് ഫോസ്ഫേറ്റ്സ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു കൺസോൾട്ടേഷനെ കഴിഞ്ഞ 3 മാസമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്ക് 90 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. പാരാദീപിനോടൊപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റ് ചില പബ്ലിക് സെക്ടർ ഫെർട്ടിലൈസർ കമ്പനീസ് ഉണ്ട്. അത് ഇന്നലത്തെ ഒരു മൂവ്മെന്റ് നോക്കുമ്പോഴേക്കും നല്ലൊരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചത് നാഷണൽ ഫെർട്ടിലൈസേഴ്സിന്റെ കേസിലായിരുന്നു. നാഷണൽ ഫെർട്ടിലൈസേഴ്സിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 142 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് പൊസിഷൻ തീർച്ചയായിട്ടും അതിൽ കൺസിഡർ ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇന്നലെ രാഷ്ട്രീയ കെമിക്കൽസിലും നമുക്കൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചു. ബട്ട് രാഷ്ട്രീയ കെമിക്കൽസിന്റെ കേസിൽ 2 മേജർ റെസിസ്റ്റൻസസ് കാണുന്നത്. ആദ്യത്തെ 201 രൂപ, അതിനെ തുടർന്ന് 212. 212ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് അതിലൊരു വലിയ മൂവ്മെന്റ് തന്നെ കാണാൻ സാധിക്കും. ബട്ട് ഈ 3 സ്റ്റോക്സിനെ അപേക്ഷിച്ച് ഏറ്റവും നല്ലൊരു സെറ്റപ്പ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഈസ് ഇൻ FACT. പാരാദീപ് ഫോസ്ഫേറ്റിനെ പോലെ തന്നെ കഴിഞ്ഞ 3 മാസമായിട്ട് ഒരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു FACT. FACTയുടെ ഇമ്മീഡിയറ്റ് ട്രിഗർ 1040 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത റെസിസ്റ്റൻസ് 1085. 1085ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ കാണാൻ സാധിക്കും. മറ്റൊരു പ്രേക്ഷകൻ GMR എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. രാജു എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഏകദേശം 2% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. GMR എയർപോർട്ടിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? GMR എയർപോർട്ട് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്കൊരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ഈ സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 91 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ നമുക്കൊരു ട്രിഗർ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 100 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. തൗഫീഖ് എന്ന പ്രേക്ഷകൻ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, സ്റ്റോക്കിന്റെ പേര് ഒരിക്കൽ കൂടെ പറയാമോ? റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന ഓഹരിയെ സംബന്ധിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 1.52% ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഒരു ബൈയിങ് ട്രിഗറും ഈ സ്റ്റോക്കിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1138 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. നിതിൻ എന്ന പ്രേക്ഷകൻ ടാറ്റ കൺസ്യൂമറുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ടാറ്റ കൺസ്യൂമർ ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1.5% ഇടിവിലായിരുന്നു. ടാറ്റ കൺസ്യൂമറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടാറ്റ കൺസ്യൂമർ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ഷോർട്ട് ടേമിൽ നമുക്കൊരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1180 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 1240 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. മറ്റൊരു പ്രേക്ഷകൻ ലുപ്പിനുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഏകദേശം 2% ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലുപ്പിനുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ലൂപ്പിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു.
ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ഓവർ എക്സ്റ്റെൻഡഡ് ഒരു ബുൾ റൺ ആയിരുന്നു നമുക്ക് കഴിഞ്ഞ ഒത്തിരി ആഴ്ചകളായിട്ട് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 2200 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഒന്നിലധികം പ്രേക്ഷകർ ഓല ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1.26% ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓല ഇലക്ട്രിക്കുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഓല ഇലക്ട്രിക് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ഷോർട്ട് ടേം എടുക്കുമ്പോഴേക്കും നമുക്ക് 125 രൂപയിൽ വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് ലെവൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം സപ്പോർട്ടായിട്ട് നമുക്ക് 101 രൂപയും കാണുന്നുണ്ട്. സോ ബിറ്റ്വീൻ 101 and 121 ഇതൊരു ട്രേഡിംഗ് റേഞ്ച് ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ലെവല് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ട്രേഡിംഗ് അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. മറ്റൊരു പ്രേക്ഷകൻ IRFCയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. IRFC ഇന്നലെ 1% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. IRFCയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി IRFCയിലെ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 157 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിന് 182 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. സാബു എന്ന പ്രേക്ഷകൻ രമ സ്റ്റീൽ ട്യൂബ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2% അടുത്തൊരു നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? രമ സ്റ്റീൽ ട്യൂബ്സിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ്, ദിസ് ഇസ് എ പെനി സ്റ്റോക്ക്. സോ ഒത്തിരി വോളറ്റിലിറ്റി കാണുന്ന ഒരു സ്റ്റോക്കാണ് രമ. ആൻഡ് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അടുത്ത മേജർ റെസിസ്റ്റൻസ് 18 രൂപ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 15 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായി MOL ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. ഓഹരി ഇന്നലെ 1%-ലധികം ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? MOLന്റെ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 378 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ 420 രൂപയുടെ മുകളിൽ ഇത് ക്ലോസ് ചെയ്യണം. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ഏതായാലും ധാരാളം ക്വയറീസ് എത്തുന്നുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. വീണ്ടും പ്രദീപ് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് കഴിവതും ഈ ക്വയറീസ് എല്ലാം തന്നെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഏതായാലും മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും ഒപ്പം തന്നെ എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.